നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ എനേബിൾ പോയിൻറ്റ്സ് ടിക്ക് ചെയ്യുക, ഈ വാല്യൂസ് കൊടുക്കുക. ഇതാണ് അവരുടെ വാല്യൂസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ അതർ സെറ്റിങ്സിനകത്ത് ഈ എനേബിൾ റിമോട്ട് സെർവർ അപ്ലോഡ് ഇത് ഓൾറെഡി ഞാൻ എനേബിൾ ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇതാണ് അതിൻ്റെ അഡ്രസ്സ് mm center.software.org,1490. ഇത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ടൂൾസിൽ പോയിട്ട് ഇവിടെ ആ റിമോട്ട് ഇത് എനേബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ടൂൾസിൽ ഈ ഓപ്ഷൻസ് എല്ലാം കിട്ടത്തുള്ളൂ. ഓക്കെ, അവിടെ പോയിട്ട് സെൻട്രൽ സെർവറിൽ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ത്രെഡിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇത് സെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ വരും. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചെന്നാൽ നമ്മൾ ഈ ഒരു ബ്രാഞ്ചിൽ മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മളിവിടെ ഈ മെമ്പേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ ഓരോ മെമ്പേഴ്സിനെയും. അപ്പോൾ നമ്മൾ ഈ ലോക്കലി ഈ ബ്രാഞ്ചിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ മെമ്പേഴ്സ് മുഴുവൻ നമ്മുടെ സെൻട്രൽ സെർവറിലേക്ക് അപ്ലോഡ് ആവും. അതിനുശേഷം സെൻട്രൽ സെർവറിൽ എല്ലാ ബ്രാഞ്ചിൽ നിന്നും ഡാറ്റാസ് അപ്ലോഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് സെൻട്രൽ സെർവറിൽ നിന്ന് പിന്നീട് തിരിച്ച് എല്ലാ മെമ്പേഴ്സിൻ്റെയും ഇൻഫർമേഷൻ വീണ്ടും തിരിച്ച് താഴത്തോട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവും. അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക്, അതായത് ഈ ബ്രാഞ്ചിൽ ആ ബ്രാഞ്ചിലെ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടാവും, ബാക്കിയുള്ള ബ്രാഞ്ചിലെ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടാവും. അതാണ് ഈ സെൻട്രൽ സെർവർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻവോയ്സിൻ്റെ പോയിൻ്റുകൾ നമ്മൾ ഇതേപോലെ തന്നെ സെൻട്രൽ സെർവറിലേക്ക് അപ്ലോഡ് ആവും. അതുപോലെ തന്നെ സെൻട്രൽ സെർവറിൽ നിന്ന് ബാക്കിയുള്ള ബ്രാഞ്ചുകളിൽ നിന്നും പോയിൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതും ഇങ്ങോട്ടേക്ക് ഡൗൺലോഡ് ആവും. ഈ രണ്ട് പ്രോസസ്സാണ് ഈ സെൻട്രൽ സെർവർ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതായത് ഈ ബ്രാഞ്ചിലുള്ള മെമ്പേഴ്സ് അപ്ലോഡ് ആവും, ഈ ബ്രാഞ്ചിലുള്ള ഇൻവോയ്സിൻ്റെ പോയിൻറ്റ്സ് അപ്ലോഡ് ആവും. എന്നിട്ട് തിരിച്ച് എല്ലാ ബ്രാഞ്ചിലുമുള്ള മെമ്പേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഡൗൺലോഡ് ആവും, എല്ലാ ബ്രാഞ്ചിലുമുള്ള ഇൻവോയ്സിൻ്റെ പോയിൻറ്റ്സും ഡൗൺലോഡ് ആവും. ഇതെല്ലാം സെൻട്രൽ സെർവറിൽ നിന്നാണ് വരുന്നത്. ഇനി നമ്മൾ സെയിൽ അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സെയിൽസിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഐറ്റംസ് എല്ലാം സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സാധാരണ ചെയ്യുന്ന പോലെ ഒന്നുമില്ല, നമ്മൾ മെമ്പർഷിപ്പ് സ്കാൻ ചെയ്യാം. അതല്ല നമ്മളിവിടെ മെമ്മയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അവരുടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഓപ്ഷൻസ് വരും. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ബ്രാഞ്ചിലേക്കും ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ മൊബൈൽ നമ്പർ അടിക്കുമ്പോൾ തന്നെ ഇവിടെ കാണിക്കും ഇത് DXB ബ്രാഞ്ചിലുള്ള കസ്റ്റമറാണ്, ഇത് ഫുജറ ബ്രാഞ്ചിലുള്ള കസ്റ്റമർ, ഇത് അബുദാബി മെട്രോമെല്ല ബ്രാഞ്ച് 1 കസ്റ്റമറാണ്. അപ്പോൾ അപ്പം ഈ കസ്റ്റമർക്ക് എവിടെ പോയാലും അവർക്ക് ഈ മെമ്പർഷിപ്പ് കാർഡ് അവർക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ബ്രാഞ്ചിലും എല്ലാ മെമ്പേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ പോയിൻ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ആ ബില്ലിൽ ആ പോയിൻ്റ് അവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ താഴെ പോയിൻ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പോയിൻ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചെന്നാൽ ഇവിടെ ഇപ്പം നമ്മൾ പോയിൻ്റ് സെയിൽ അടിക്കുന്നത് കാണിച്ചു. ഇനിയിപ്പോൾ നമുക്കിവിടെ നമുക്കിവിടെ ലോയൽറ്റി മെമ്പർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിൻ്റെ ഇൻഫർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഫൈൻഡ് മെമ്പേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ 520 ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ബ്രാഞ്ചുകളിലുള്ള ഈ 520 സ്റ്റാർട്ട് ചെയ്യുന്ന ഇതുള്ള നമ്പറുള്ള എല്ലാ ഇതും കാണിക്കും. ഇനി നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് വേറെ ബ്രാഞ്ചാണ്. മെമ്പർ ക്യാൻ എഡിറ്റ് ഓൺലി ഇൻ ദെയർ പേരൻറ്റ് ബ്രാഞ്ച്. അതായത് പേരൻറ്റ് ബ്രാഞ്ചിൽ മാത്രമേ ഉള്ളൂ ഈ കസ്റ്റമറെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ബ്രാഞ്ചിൻ്റെ അവിടെ ലോക്കൽ എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ബ്രാഞ്ചിലുള്ള കസ്റ്റമറാണെന്നാണ് അതിൻ്റെ അർത്ഥം. ലോക്കൽ നിന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആ ബ്രാഞ്ചിലുള്ള ക്രിയേറ്റ് ആക്കിയേക്കുന്ന മെമ്പേഴ്സാണ്, അവരവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യുന്ന സമയത്തും ഈ സെയിൽസിൻ്റെ സ്ക്രീനിൽ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യുന്ന സമയത്തും നമുക്കിവിടെ ലോക്കൽ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ആ ബ്രാഞ്ചിലുള്ള കസ്റ്റമർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി കസ്റ്റമർക്ക് അവരുടെ പോയിൻ്റ് എത്രയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ
ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ മെമ്പേഴ്സ് പോയിൻ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. നമുക്ക് കൗണ്ടർ സ്റ്റാഫ് ആണെങ്കിൽ നമുക്കിവിടെ ആ ലോയൽറ്റി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൗണ്ടറായിട്ട് ഓപ്പൺ ആക്കണം. ഇവിടെ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ മെമ്പറുടെ കാർഡ് നമ്പർ നമുക്കിവിടെ ഒന്നുമില്ല ഇവിടെ അടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കിവിടെ അവരുടെ മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആളെ കിട്ടും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇയാൾ ഏത് ബ്രാഞ്ചിലാണ് ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത് എന്നുള്ളത് കാണിക്കും. ഇവിടെ നമ്മൾക്ക് അവരുടെ പോയിന്റ് കാണിക്കും. ഇൻ കേസ് നമുക്ക് ഇവിടെ പോയിന്റ് കാണിക്കുന്നത് നമ്മുടെ സിങ്ക്രണൈസ് ഡേറ്റ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇത് കൊടുക്കുന്നത് ഈ സെയിം ടൂൾസിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഇൻവോയ്സിൻ്റെ പോയിന്റുകൾ സെൻട്രൽ സെർവറിലേക്ക് അപ്ലോഡ് ആവും. എന്നിട്ട് തിരിച്ച് സെൻട്രൽ സെർവറിലുള്ള ഡേറ്റ മുഴുവൻ ഇങ്ങോട്ടേക്ക് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇവിടെ പോയിന്റ് കാണിക്കും. ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പം ഓൾറെഡി ഉള്ളൊരു കസ്റ്റമറെ ഞാനിപ്പം ജസ്റ്റ് പഠിക്കാം. 100 8 1 2 3 4 5 6 1 4 8 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാവും. ജോൺ എന്ന് പറയുന്ന ആളാണ്. ഇയാൾക്ക് 285.36 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് ദിറംസിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറിയിൽ നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറിയിൽ സെയിൽസിൽ നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 1 പോയിൻ്റ് വാല്യൂ ഇസിക്വൽ ടു കറൻസി. അതായത് 1 പോയിൻ്റ് എന്ന് പറയുന്നത് 0.05 ആണ്. അപ്പോൾ നമ്മൾ 255.36 പോയിൻ്റ് എന്ന് പറയുന്നത് 285 × 36 × 0.05. അപ്പോൾ 14.27 ദിറംസാണ് ഇത്രയും പോയിന്റിനുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമുക്കിത് പ്രിൻ്റ് എടുക്കാം. അതല്ല നമുക്ക് വാട്സപ്പിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് വാട്സപ്പിലേക്ക് കൊടുക്കാം. ഇത് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഈ കസ്റ്റമറുടെ വാട്സപ്പിലേക്ക് പോകും. അതല്ല നമുക്കിപ്പം ഇപ്പം വേറൊരു കസ്റ്റമറുടെ വേറെ നമ്പറിലേക്കാണ് നമുക്കിപ്പം സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ നമ്പർ നമുക്കിവിടെ ഡയറക്റ്റ് 00 ഒന്നും ചേർക്കില്ല. ജസ്റ്റ് 971 58 812 1324. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മായ്ക്കാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും ഇത് സെൻഡ് ആകാനായിട്ട്. നെറ്റിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും. സെൻഡായി കഴിഞ്ഞിട്ട് നമുക്കിവിടെ മെസ്സേജ് വരും. സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരും. ഇവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെസ്സേജ് വന്ന് സെൻഡായി. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കിനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ടോ? ഞാൻ ആ ചെക്ക് ലിസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേറൊരു സോഫ്റ്റ്വെയറും കൂടെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് താൽക്കാലികമായിട്ട്. ഓക്കെ, അത് നമ്മൾ ഞാനതിൻ്റെ ഇത് ഡേറ്റ ഇട്ടേക്കാം. അതിൽ സെൻട്രൽ അപ്ഡേറ്റ്, മെട്രോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് ഫയലുണ്ട്. സെറ്റിംഗ് ഫയലിൽ സെർവറിൽ ആ ബ്രാഞ്ചിലുള്ള സെർവറിൻ്റെ IP അഡ്രസ്സ് കൊടുക്കണം. ഇവിടെ സെയിം ഇത് തന്നെയാണ് കൊടുക്കേണ്ടത്, സെൻട്രൽ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇതൊരു ഫോൾഡറിനകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഡെസ്ക്ടോപ്പിലോട്ട് ജസ്റ്റ് 1 ടൈം റൺ ചെയ്യേണ്ടതാണിത്. മെട്രോ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇത് ഡേറ്റ് ഉണ്ട്, 1-ാം തീയതി മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് കാൽക്കുലേറ്റ് ആൻഡ് അപ്ലോഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം സെർവറിലേക്ക് നമ്മുടെ 1-ാം തീയതി മുതലുള്ള ഇൻവോയ്സുകളിലെല്ലാം പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പോയിന്റ് സെർവറിലേക്ക് അപ്ലോഡ് ആക്കും. അത് കഴിഞ്ഞ് തിരിച്ച് ഈ സെർവറിലേക്ക് ഡൗൺലോഡ് ആക്കും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ മെസ്സേജ് വരും, അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. ജസ്റ്റ് എക്സിറ്റ് ചെയ്യുക, സോഫ്റ്റ്വെയർ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് ഓരോ ബ്രാഞ്ചിലും ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ഇതിനകത്തുള്ള സംഭവങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഇനി അതിൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുക, ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൻ്റെ ഡേറ്റയും എടുക്കുക. നിങ്ങളിപ്പം കറൻ്റ് ഇപ്പം ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൻ്റെ DB എടുത്തിട്ട് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചെന്നാൽ മെമ്പേഴ്സിനെ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മെമ്പേഴ്സ് ഓൾറെഡി ആ ബ്രാഞ്ചിലുണ്ട്. അബുദാബിയിലുള്ള ഏതെങ്കിലും ബ്രാഞ്ചിൽ നിന്ന് എടുത്താൽ മതി, ഏതെങ്കിലും ഡേറ്റാബേസ്. അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങളിത് ഈ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കുക. ഓക്കെ, വർക്ക് ചെയ്യിച്ച് നോക്കിയിട്ട് എന്നിട്ട് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തുനിന്ന് പറയണം. കാരണം അത് സെർവറിൽ നിന്ന് ഡാറ്റ റിമൂവ് ചെയ്ത് കളയണം. അതായത് ഈ നമ്മൾ പോയിൻറ്റ്സിൻ്റെ ഡാറ്റ അത് റിമൂവ് ചെയ്ത് കളയണം.